എല്ലാവർക്കും നമസ്കാരം. ജോലി സ്ഥലത്ത് ഹാനികരമായ ആളുകൾക്ക് അതിശയകരമായ സ്വാധീനം നിങ്ങളിൽ ഉണ്ടാക്കാൻ കഴിയും. അവർ നിങ്ങളുടെ ആത്മവിശ്വാസം തകർക്കാം, ജോലിയിലെ പ്രകടനം കുറയ്ക്കാം, മനഃശാന്തി പോലും നഷ്ടപ്പെടുത്താം. അതുകൊണ്ട് അവരെ നേരിടാൻ പഠിക്കുന്നത് വെറും അതിജീവനം മാത്രമല്ല, അത് നിങ്ങളുടെ ജോലിയെ സംരക്ഷിക്കൽ കൂടിയാണ്. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് പഠിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കണം: അവർ ഇങ്ങനെ പെരുമാറുന്നത് എന്തുകൊണ്ട്? അവരുടെ മനഃശാസ്ത്രത്തെ പറ്റി മനസ്സിലാകുമ്പോൾ നിങ്ങൾ അത് വ്യക്തിപരമായി എടുക്കേണ്ടതില്ലെന്ന് തിരിച്ചറിയും. നിങ്ങൾ മനസ്സിലാക്കും, ഇത് അവരെ കുറിച്ചാണ്, നിങ്ങളെ കുറിച്ചല്ല എന്ന്. അവിടെയാണ് സമാധാനത്തിന്റെ തുടക്കം. ഇതിൽ കൂടുതലായി കാണുന്നത് സുരക്ഷയില്ല എന്ന തോന്നലാണ്, അല്ലെങ്കിൽ ഭയമാണ്. മറ്റുള്ളവർ തങ്ങളെ മറികടക്കുമെന്ന ഭയം. അതുകൊണ്ട് അവർ വിമർശിക്കുകയും മറ്റുള്ളവരെ ചെറുതാക്കി കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതാണ് അവരുടെ സംരക്ഷണ ഭിത്തി. ചിലർക്ക് മറ്റുള്ളവരെ നിയന്ത്രിക്കാനുള്ള ആഗ്രഹം കൂടുതലായിരിക്കും. മറ്റുള്ളവരെ നിയന്ത്രിക്കുമ്പോഴാണ് അവർക്ക് ശക്തിയുണ്ടെന്ന് തോന്നുന്നത്. ഇടപെടൽ കൂടുതലുള്ള മേലധികാരികളിൽ, ഗോസിപ്പ് പ്രചരിപ്പിക്കുന്ന സഹപ്രവർത്തകരിൽ എല്ലാം ഇത് കാണാം. ചിലർ നിരന്തരമായ നെഗറ്റിവിറ്റിയിൽ കുടുങ്ങിയവരാണ്. അവർക്ക് എല്ലായ്പ്പോഴും തെറ്റായ വശം മാത്രമേ കാണാനാവൂ. ഇത് വർഷങ്ങളായി രൂപപ്പെട്ട മനോഭാവമാണ്. പരാതിയാണ് അവരുടെ പതിവ് ഭാഷ. ഇനി ചിലർക്ക് എല്ലായ്പ്പോഴും താനാണ് ശരി എന്ന് തോന്നണം. അവർക്ക് തെറ്റ് സമ്മതിക്കാനാവില്ല. മറ്റുള്ളവരുടെ ആശയങ്ങൾ സ്വീകരിക്കാനും ബുദ്ധിമുട്ട്. എന്റെ ആശയമല്ലെങ്കിൽ അത് ശരിയല്ല എന്ന നിലപാട് അവരുടെ സ്വഭാവമായി മാറിയിരിക്കുന്നു. അതിനാൽ ഓർക്കുക, ഹാനികരമായ ആളുകളെ മനസ്സിലാക്കുക എന്നത് അവരിൽ നിന്ന് നിങ്ങളുടെ മനഃശാന്തിയെ സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. നന്ദി.